ഹായ് ഹലോ ഇറ്റ്സ് ഐബഡി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വണ്ടിയുടെ കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ടാണ് വന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ പുതിയ വണ്ടി എടുത്തപ്പോഴത്തേക്കും ചേസ് എത്ര രൂപയായി, ലോൺ എത്ര രൂപയാണ്, EMI എത്ര രൂപയാണ്, അത് കണക്ക് പിന്നെ ബോഡി കെട്ടാൻ എത്ര രൂപയായി, ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ എത്ര രൂപയായി, അത് കണക്ക് പായും കയറും ഒക്കെ എത്രയായി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് തുടങ്ങാൻ കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മറന്നു പോകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്ത വണ്ടി എന്ന് പറയുന്നത് അശോക് ലൈലാൻഡ് 4225 HN എന്ന് പറയുന്ന BS6 മോഡലാണ് എടുത്തിട്ടുള്ളത്. 14 വീലാണ്. ഞാൻ ലോൺ ഇട്ടാണ് എടുത്തത്. ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. ഇപ്പോൾ സിവിൽ സ്കോറും വേറെ വിഷയം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് 42 ലക്ഷം രൂപ ലോൺ എടുക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ തന്നെ ലോൺ പ്രോസസ്സിങ് ചാർജ് ഉണ്ട്. 40,000 രൂപ പ്രോസസ്സിങ് പേപ്പർ വർക്ക് ചാർജ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പൈസ എനിക്ക് ഏകദേശം 41-60 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ. വണ്ടി എടുത്ത കണക്ക് ഇതാണ്. ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഫിനാൻസിന് വേണ്ടിയിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാം കൊടുത്തു. പക്ഷേ എനിക്ക് മുമ്പ് ട്രാക്ക് ഇല്ലാത്തത് കൊണ്ട് സാധാരണ ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്തു, കരടച്ച രസീത് എല്ലാം കൊടുത്തു. അപ്പോൾ എനിക്ക് മുൻപ് ട്രാക്ക് ഇല്ലാത്തത് കൊണ്ട്, അതായത് മുമ്പ് ഒരു വണ്ടി സ്വന്തമായിട്ട് ഫസ്റ്റ് എടുക്കാത്തത് കൊണ്ട്, ഇതിൽ വേറെ ട്രാക്കും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട്, സിവിൽ സ്കോർ മാത്രം ഓക്കെ ആയിട്ട് കാര്യമില്ല. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മുൻപ് ഈ ഒരു ഫീൽഡിൽ നിന്നതായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വലിയ വാഹനങ്ങൾ സ്വന്തം പേരിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഒരു ട്രാക്ക് വേണം. അതുണ്ടെങ്കിൽ ആ ട്രാക്കും അത് ലോണിൻ്റെ അടുത്താണെങ്കിൽ ആ ലോണിൻ്റെ EMI കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ലോൺ തരൂ. അപ്പോൾ ആ കാര്യങ്ങളൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് എൻ്റെ വീടിൻ്റെ ആധാരം എനിക്ക് കോപ്പി എടുത്ത് പ്രൈവറ്റ് ഫിനാൻസിന് കൊടുക്കേണ്ടി വരും. ഫിനാൻസ് ഏതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ഫിനാൻസ് ഉണ്ട്. ഫിനാൻസ് ഞാൻ പറയുന്നില്ല. ഓക്കെ, വീടിൻ്റെ ആധാരം ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടാണ് എനിക്ക് ലോൺ കിട്ടിയത്. 42 ലക്ഷം രൂപയുടെ ലോണാണ് കിട്ടിയത്. അത് പ്രോസസ്സിങ് ചാർജ്, പേപ്പർ വർക്ക് എന്നിങ്ങനെയൊക്കെ 40,000 രൂപ കട്ടാവും. ബാക്കി 41-60 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നത്. 42 ലക്ഷം രൂപ കിട്ടി. 42 ലക്ഷം രൂപ കിട്ടിയ ശേഷം നമുക്ക് 2 മാസം കഴിഞ്ഞ് മാത്രം EMI അടച്ച് തുടങ്ങിയാൽ മതി. ആ ഒരു ഗ്യാപ്പിന് നമുക്ക് മൊറട്ടോറിയം എന്ന് പറയും. 2 മാസം നമുക്ക് ഫിനാൻസ് മൊറട്ടോറിയം ടൈമായിട്ട് തരും. പക്ഷേ പലിശ അടയ്ക്കണം. പലിശ നമുക്ക് ഇതിൽ ആഡാവും, പക്ഷെ നമുക്ക് EMI മാസം കട്ടാവത്തില്ല. അങ്ങനെയാണ് പറയുന്നത്. മൊറട്ടോറിയം എന്നാണ് പറയുന്നത്. അതെനിക്ക് എൻ്റെ ലോണെന്ന് പറയുന്നത് ഫ്ലാറ്റാണ്, ഡിമിനിഷിങ് അല്ല. ഫ്ലാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ വണ്ടിക്ക് എത്രയാണോ പലിശ അടയ്ക്കുന്നത് അത് കണക്ക് തന്നെയാണ് ഏറ്റവും അവസാനം അടയ്ക്കുന്നത്. ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഡിമിനിഷിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൈസ അടയ്ക്കുന്നതനുസരിച്ച് മുതലും പലിശയും കുറയുന്നതനുസരിച്ച് വീണ്ടും പലിശ കുറഞ്ഞു വരും, അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് കുറഞ്ഞു വരും. പക്ഷേ ഇതങ്ങനെയല്ല. ഇപ്പം ഞാൻ 94,000 രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ എല്ലാ മാസവും 94,000 രൂപയായിരിക്കും. എല്ലാ മാസവും പലിശ ഒരേ കണക്കായിരിക്കും, കുറവും കാര്യങ്ങളൊന്നും വരില്ല. ആദ്യത്തെ അടവ് എത്രയാണോ അത് കണക്ക് തന്നെയായിരിക്കും അവസാനത്തെ അടവും. 60-ാം മാസത്തെ അടവും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ കണക്കും കാര്യങ്ങളും. പിന്നെ എന്ന് പറയാനുള്ളത്, ലോൺ എടുക്കുന്നതിന് മുമ്പ് അവർ ഏകദേശം 8% പലിശ ആവും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ലോൺ കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടി വന്നപ്പോഴത്തേക്കും ഏകദേശം മിനിമം 12% മുതൽ 13% വരെയാണ് ഇൻട്രസ്റ്റ് ആകുന്നത്. അതായത് എൻ്റെ ലോൺ എമൗണ്ട് 42 ലക്ഷം രൂപയാണ്. അടച്ചു തീരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 57 ലക്ഷം രൂപ ആ റേഞ്ചൊക്കെ ആവും. അപ്പോൾ ഏകദേശം ഒരു 17 ലക്ഷം രൂപ അടുപ്പിച്ചോളം ഇൻട്രസ്റ്റ് മാത്രം പോകുന്നുണ്ട്. എൻ്റെ മാസം അടവെന്ന് പറയുന്നത് 5 വർഷത്തേക്ക് 93-94 ആ ഒരു റേഞ്ചാണ്. 93,000 94,000 ആ റേഞ്ചിനകത്താണ് എൻ്റെ മാസം അടവ് 5 വർഷത്തേക്ക് വരുന്നത്. അപ്പോൾ മൊറട്ടോറിയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ പലിശ ആഡാവുമെന്ന് പറയുന്നത് ഏകദേശം 50,000 രൂപ വെച്ചാണ് ഒരു മാസം പലിശ ആഡാവുന്നത്. നമ്മൾ ഈ അടയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പലിശ ആഡായി കിടക്കും. അപ്പോൾ ആദ്യത്തെ മാസം അടയ്ക്കുന്ന പൈസ നമ്മൾ പൂർണ്ണമായിട്ടും പലിശയാണ് അടയ്ക്കുന്നത്. 2ാമത്തെ മാസം മുതലാണ് നമുക്ക് എമൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം വന്ന് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ലോണിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ കമൻറ്റ് വഴി ചോദിച്ചാൽ ഞാൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ റിപ്ലൈ ആയിട്ടോ എങ്ങനെയാണെങ്കിലും തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി ലോൺ കിട്ടിയ ശേഷമുള്ള കാര്യം പറയാം. ലോൺ കിട്ടിയ ശേഷം വണ്ടി ബുക്കാവുന്നു. വണ്ടി ബുക്കായിട്ട് ഏകദേശം 15 ദിവസം കഴിഞ്ഞ് വണ്ടി ഡെലിവറി ആകുന്നു. കാരണം വണ്ടി ബുക്കായ ശേഷം മാത്രമാണ് വണ്ടി നമുക്ക് ഓടി വരിക. നോർത്ത് ഇന്ത്യ പ്ലാന്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതോ ഭാഗത്തു നിന്നാണ് വണ്ടി വരിക. ഏകദേശം എൻ്റെ കയ്യിൽ വണ്ടി കിട്ടിയപ്പോൾ 3200 കിലോമീറ്റർ ഓടിയിട്ടാണ് വണ്ടി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ദൂരെ നിന്ന് ഓടി വന്നതാണെന്ന് തോന്നുന്നു. ബൈ റോഡ് ഓടി വന്നതാണ്. വണ്ടി കിട്ടിയ ശേഷം ഞാൻ നാമക്കല്ലോട്ടാണ് വണ്ടി കൊണ്ടുപോകുന്നത്. ബോഡി കെട്ടാനായിട്ട് നാമക്കല്ലാണ് ഞാൻ ബോഡി കെട്ടിയത്. അപ്പോൾ
ബോഡി കെട്ടാൻ എനിക്കിപ്പോൾ നിലവിലായത് 4,40,000 രൂപയാണ് ബോഡി കെട്ടാനായിട്ടുള്ള ചിലവായത്. ബോഡിക്ക് മാത്രം, ബാക്ക് ബോഡി മാത്രം. അത്യാവശ്യം നല്ല രീതിക്ക് പുള്ളിക്കാരൻ ബോഡി പണിഞ്ഞു തന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു തന്നു. ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ശരിയാക്കി തന്നിട്ടുണ്ട്. നാമക്കൽ ബോഡി കെട്ടാൻ പോയപ്പോഴത്തേക്കും എനിക്കൊരു അബദ്ധം പറ്റി. അതും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. കാരണം എൻ്റെ വണ്ടി ബോഡി കെട്ടാനായിട്ട് 4,40,000 രൂപ ആയെന്ന് ഞാൻ പറഞ്ഞു. അത് ഇൻക്ലൂഡിങ് GST ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ആ റേറ്റ് എനിക്ക് ആയത്. അതിൽ കൂടുതൽ ഒരു പൈസ ഞാൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ പലയിടത്തും ചില സ്ഥലത്തൊക്കെ നമുക്ക് ചില അബദ്ധങ്ങൾ പറ്റും, ചില ചതികളും പറ്റും. നമ്മളടുത്ത് ആദ്യമേ GST ഉൾപ്പെടെയുള്ള റേറ്റ് ആയിരിക്കത്തില്ല പറയുന്നത്. അപ്പോൾ ഞാൻ ഇതേ കണക്ക് 2-3 കടകളിൽ ഇതെടുത്തു, കൊട്ടേഷൻ എടുത്തു, കോൺട്രാക്റ്റിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. എത്ര രൂപ വെച്ചൊക്കെ പലയിടത്തും കയറി അന്വേഷിച്ചു. എത്ര രൂപയ്ക്ക് തരാൻ പറ്റും, എത്ര രൂപയ്ക്ക് ഈ പറയുന്ന രീതിയിൽ ബോഡി കെട്ടി തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് ഒരു സ്ഥലത്ത് 4,25,000 രൂപയ്ക്ക് നാമക്കൽ എനിക്ക് ബോഡി കെട്ടി തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം കെട്ടിയ സ്ഥലമല്ല, വേറൊരു സ്ഥലത്ത് ആദ്യം കൊണ്ട് ചെന്നത്. വണ്ടിയും കൊണ്ടാണ് ഞാൻ ചെന്നിട്ട് റേറ്റ് ഇട്ടത്. ആദ്യമേ സംസാരിച്ചിട്ട് രണ്ടാമത് വണ്ടിയും കൊണ്ട് ചെന്ന് സംസാരിച്ച് ഓക്കെ ആക്കി. വണ്ടി ബോഡി പണി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അതായത് നമുക്ക് ഒരു ബോക്സ് ഒന്ന് അഡീഷണൽ വെക്കണം, കേജർ കുറച്ച് ഭംഗിക്ക് ചെയ്യണം, ഹൈടെക്കിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് അവസാന നിമിഷം എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നമുക്ക് എങ്ങനെയാണ് GST ഉൾപ്പെടെയുള്ള റേറ്റാണോ ഈ പറഞ്ഞത്, അതായത് GST ഇനി എക്സ്ട്രാ തരേണ്ടി വരുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞത്, അതായത് എല്ലാം വണ്ടി കയറ്റി എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്ത് സംസാരിച്ച് ഉറപ്പിച്ച് അഡ്വാൻസ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് പറയുന്നത് കേട്ടോ. GST നമുക്ക് പ്രത്യേകമായിട്ട് തരേണ്ടി വരും. ഞാൻ ഇപ്പോൾ 4,25,000 പറഞ്ഞെങ്കിൽ GST 1,00,000-ന് 18%, 18,000 രൂപ വെച്ച് 4,00,000-ന് ഏകദേശം 72,000 രൂപയോളം വരും. 72,000 രൂപയോളം വരും. 4,00,000-ന് സംതിങ് ആകുമ്പോഴേ 72 സംതിങ് വരും. അത് എക്സ്ട്രാ അടയ്ക്കണം. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോഴത്തേക്കും നമ്മൾ 5,00,000 രൂപ ആവുന്നു ബോഡി കെട്ടാനായിട്ട്, GST ഉൾപ്പെടെ. കാരണം നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് GSTയുടെ കാര്യങ്ങളും നമ്മുടെ ഗ്രാഫും പ്ലാനും എല്ലാം, ബില്ലും ഇൻവോയ്സും എല്ലാ കാര്യങ്ങളും, ഇൻഷുറൻസും ടാക്സും എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ളത്. ആ സമയത്ത് നമുക്ക് GST ബില്ല് ഉറപ്പായിട്ടും വേണം. അപ്പോൾ നമുക്ക് GST ബില്ലില്ലാതെ 4,25 ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും GST ബില്ല് മേടിക്കണമെങ്കിൽ നമ്മൾ 75,000 അധികമായിട്ട് കൊടുക്കണം. ഈ ഒരു അബദ്ധം പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ പെട്ടെന്ന് അവരുടെ അടുത്ത് എനിക്ക് വണ്ടി പണിയണ്ട, എനിക്കിത് റേറ്റ് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ചെറിയൊരു കുരുക്ക് ആ സമയത്ത് വീണു. കാരണം ഞാൻ ഈ വണ്ടി ഇവിടെ നിന്ന് വേ ബില്ലെന്ന് പറയും, വേ ബില്ല് എടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മളൊരു വർക്ക്ഷോപ്പിൻ്റെ പേര് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ആ വർക്ക്ഷോപ്പിൻ്റെ പേര് കൊടുത്തിട്ടാണ് വേ ബില്ല് എടുത്തത്. വേ ബില്ല് എടുത്ത് വന്ന് ഇവിടെ ചെന്ന് എനിക്ക് അവിടെ വണ്ടി പണിയാനുള്ള കാര്യങ്ങൾ വന്ന അവസാനം ക്യാൻസൽ ചെയ്തപ്പോഴത്തേക്കും അവർ എന്നോട് പറയുകയാണ്, വേ ബില്ല് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ പറയണ്ടായി. അപ്പോൾ എൻ്റെ സ്വന്തം വണ്ടി ചെറിയൊരു സംസാരത്തിൻ്റെ പുറത്ത് ശരിയാവില്ല എന്ന് തോന്നി എനിക്ക് പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ വേ ബില്ല് ക്യാൻസൽ ചെയ്യണമെങ്കിൽ 24 മണിക്കൂറിനകത്തേ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ദിവസം അവിടെ നിന്നു അതായത് ഒരു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പാണ് വേ ബില്ല് എടുത്തത്. രാവിലെ അടുത്ത ദിവസം നാമക്കലെത്തി. രാവിലെ ഒരു 10-12 മണിയായപ്പോഴേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനമാകുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്യാമെന്ന് വെച്ചപ്പോഴത്തേക്കും ജസ്റ്റ് 1 മണിക്കൂർ മുമ്പ് 24 മണിക്കൂർ കഴിയുകയും വേ ബില്ല് ക്യാൻസലാക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ അതിൽ കുറച്ച് വിഷയങ്ങളൊക്കെ വന്ന് നമുക്ക് ഇങ്ങനെ ചോദ്യം വരും, ഇൻകം ടാക്സും ചോദ്യം വരും, നിങ്ങളുടെ പേരിലാണ് വേ ബില്ല് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ വണ്ടി പണിഞ്ഞതിൻ്റെ പേപ്പറും കാര്യങ്ങളും കാണിക്കണം. അവസാനം ഒരുപാട് സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം 5 മണി വരെ എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. ഒരുപാട് രീതിയിൽ സംസാരിച്ചു. നമുക്ക് ശരിയാവാത്തതുകൊണ്ടാണ്, നമ്മൾക്ക് ഇത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് വളരെ വായനയായിട്ട് പറഞ്ഞു. അവസാനം അവർ എന്നെക്കൊണ്ട് പേപ്പറിൽ എഴുതി വാങ്ങിയിട്ടാണ് നമുക്ക് അവിടെ നിന്ന് വണ്ടി ഇറക്കാൻ പറ്റിയത്. കാരണം ഈ വണ്ടി ഈ വർക്ക്ഷോപ്പിലല്ല പണിയുന്നത്, വേ ബില്ല് എടുത്ത് വന്ന ഈ വണ്ടി മറ്റൊരു സ്ഥാപനത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളും എഴുതിയൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് വണ്ടി അവിടെ നടക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ഇപ്പം നിലവിൽ പണിഞ്ഞ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് GST ഉൾപ്പെടെ 4,40,000 രൂപയ്ക്ക് പണിഞ്ഞത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളൊരു കൊട്ടേഷൻ എടുക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഇത് ഇൻക്ലൂഡിങ് GST ആണോ അല്ലെങ്കിൽ എക്സ്ട്രാ ഇനി GST അഡീഷണൽ കൊടുക്കണോ എന്നുള്ളത്. അതൊരു കാര്യം പലരും ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് നമുക്ക് ബോഡി കെട്ടിൻ്റെ അവിടെ ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഈ ബോഡി കെട്ടിയെടുക്കാനായിട്ട് എനിക്ക് 25 ദിവസമാണ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്നത്. ഏകദേശം 29 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വണ്ടി കിട്ടി. 30 ദിവസം കൊണ്ട് വണ്ടി പണിയെല്ലാം കഴിഞ്ഞ് എനിക്ക് കൈ കിട്ടി, പൂജ കഴിഞ്ഞ് കൈ കിട്ടി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലോൺ കിട്ടിയിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ലോൺ കിട്ടിയിട്ട് 15 ദിവസം കഴിഞ്ഞ് വണ്ടി കിട്ടുന്നു. 30 ദിവസം കഴിഞ്ഞ് ബോഡി പണിയും കഴിഞ്ഞു. 45 ദിവസമായി. നമുക്ക് 60 ദിവസമാണ് മൊറട്ടോറി. പിന്നെ ഉള്ളത് നമുക്ക് രജിസ്ട്രേഷനും ചെറിയ ബോഡി ചെക്കപ്പ് മാത്രമാണ്. അതിലൊരു 15 ദിവസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും EMI അടച്ച് തുടങ്ങണം. പറ്റുമെങ്കിൽ 15 ദിവസത്തിന് മുമ്പേ എനിക്ക്
ഒരു ഓട്ടോ എടുക്കണം. അങ്ങനെ ഒരു പ്ലാനിലാണ് ഞാൻ വണ്ടി നേരെ ആറ്റിങ്ങൽ കൊണ്ടുവരുന്നത്. ആറ്റിങ്ങൽ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെല്ലാ പേപ്പറും നമ്മൾ RTO സമർപ്പിക്കുന്നു, കാര്യങ്ങളെല്ലാം പറയുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. ബോഡി കെട്ടിയല്ലാതെ പിന്നെ എനിക്ക് ചിലവായ കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് 9,000 രൂപ എനിക്ക് 4 സൈഡും പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ ലൈറ്റും ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റും റിവേഴ്സ് ലൈറ്റും കണക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് 9,000 രൂപ, വയറും കാര്യങ്ങളും ഒരു ഫാനും വാങ്ങാനായിട്ട് 9,000 രൂപ ചിലവായി. പിന്നെ ഞാൻ ഡീസൽ അടിച്ചിട്ടു, പെയിൻറ്റ് ചെയ്യാനായിട്ട് ഡീസൽ ഒരു 3,000 രൂപ അടുപ്പിച്ച് 2,000 രൂപയ്ക്ക് അടിച്ചിട്ട് 32,000 രൂപയുടെ ഡീസൽ വണ്ടിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ വാഷ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് പൈസ ചിലവായി. ഇതൊക്കെയാണ് എനിക്ക് നാമക്കൽ വെച്ചുണ്ടായ ചിലവുകൾ. ഓക്കെ, വണ്ടി പെയിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2,000 രൂപയ്ക്ക് ഡീസൽ അടിച്ച് 2,500 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്രസറിനാണ് എയർ എടുത്ത് വണ്ടി സ്പ്രേ പെയിൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി രജിസ്ട്രേഷൻ ചെയ്യാനും ടാക്സ് അടയ്ക്കാനും പെർമിറ്റ് എടുക്കാനും നമ്പറൊക്കെ എടുക്കാനൊക്കെ എത്ര രൂപയായെന്ന് നോക്കാം. നമുക്ക് രജിസ്ട്രേഷൻ ഫീ ടാക്സും കാര്യങ്ങളും എല്ലാം കൂടെ വരുന്നത് 29,000 രൂപയാണ്. അതുകൂടാതെ പെർമിറ്റ്, നാഷണൽ പെർമിറ്റും കേരള പെർമിറ്റും ഒക്കെ എടുക്കാനായിട്ട് ഏകദേശം 27,500 28,000 രൂപയായി. മൊത്തം ഒരു 57,000 രൂപ വണ്ടിയുടെ പേപ്പറിൻ്റെ ഫീസ് മാത്രമായി. പിന്നെ നമുക്ക് ഏജൻസി ഫീ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള സർവീസ് ചാർജിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരാളുടെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിനുള്ള ചാർജും കൂടെ ആവും. അപ്പോൾ വണ്ടി പേപ്പറെല്ലാം റെഡി ആയിട്ട് നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ശേഷം എനിക്ക് 10 ദിവസം മാത്രമാണ് മൊറട്ടോറിയങ്ങിൽ ബാക്കിയുള്ള ലോൺ കിട്ടി. 2 മാസത്തിൽ 50 ദിവസം എനിക്ക് കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് 10 ദിവസം മാത്രമാണ്. ഈ ഒരു 10 ദിവസത്തിൽ എനിക്കിനി 2 ദിവസം പോസ്റ്റ് ബോഡി ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ലൈലാൻഡ് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെറിയ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്യണമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് അവർ ആ സമയത്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ലൈലാൻഡിലാണ് കൊണ്ടുപോകുന്നത്. നേരെ ലൈലാൻഡിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഗിയർ കുറച്ച് ടൈറ്റ് ഉണ്ട്, ഓടിച്ച് വന്നതിൽ സ്റ്റിയറിംഗ് കുറച്ച് ടൈറ്റ് ഉണ്ട്, ഒരു സൈഡിലോട്ട് വണ്ടി തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ വരുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞാൽ. അപ്പോൾ അത് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ ദിവസം വിളിക്കുമ്പോഴത്തേക്കും റെഡി ആയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നു, നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം 7 ദിവസം കഴിഞ്ഞിട്ട് ഓക്കെയാണ്, റെഡി ആയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. 7 ദിവസം, 2 ദിവസം എന്ന് പറഞ്ഞാൽ, അതായത് 26-ാം തീയതി ഞാൻ കയറ്റി കഴിഞ്ഞാൽ 28-ാം തീയതി എനിക്ക് ഡെലിവറി എസ്റ്റിമേറ്റ് ഡേറ്റ് ഇട്ട് തന്നു. ഈ 28-ാം തീയതി നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്ന് പറയുന്നത് ഡെലിവറി എസ്റ്റിമേറ്റ് ഡേറ്റ് ഇട്ട് തന്നു. ശേഷം 20-ാം തീയതി അല്ല, ഞാനൊരു 1-ാം തീയതി 2-ാം തീയതി ആ കണക്കിനാണ് പോയത്. 7 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസമാണ് ഞാൻ ചെല്ലുന്നത്. 7-ാം ദിവസം ചെന്നപ്പോഴത്തേക്കും ഓക്കെ അല്ല ശരിയായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം എന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴത്തേക്കും ഞാൻ എങ്ങനെ വണ്ടി കൊണ്ടിട്ടോ അതേ കണക്ക് കിടക്കുകയായിരുന്നു. എൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിപ്പോയി. അതുകൊണ്ട് എൻ്റെ മൈൻഡ് ഫുൾ ഔട്ടായി. കാരണം 2 ദിവസം എന്ന് പറഞ്ഞിട്ട് ആൾറെഡി 7 ദിവസമായി. പറഞ്ഞ വർക്ക് അതേ കണക്ക് കിടക്കുന്നു, ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ ലിഫ്റ്റ് ആക്സ് സ്വിച്ച് ക്യാബിൻ്റെ പുറകിലുള്ള ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞ് അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്തോണമെന്ന് പറഞ്ഞു. പക്ഷേ ലൈലാൻഡിൽ നിന്ന് അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട് ഡീലറായ TVS അത് ചെയ്യാൻ പറ്റില്ല എന്ന് ആ സമയത്ത് പറയുണ്ടായി. അപ്പോൾ ഞാൻ അടുത്ത കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് ഈ ഒരു ലിഫ്റ്റ് ആക്സിൻ്റെ സ്വിച്ച് പുറകിലാണെങ്കിൽ ഡ്രൈവർക്ക് ഇറങ്ങി ആ ലിഫ്റ്റ് ആക്സ് ചേസിൻ്റെ ബാക്കിൽ പോയി ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല നമ്മളൊരു വളവ് ഇറക്കുമ്പോഴത്തേക്കും വളവിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാൻ കഴിയത്തില്ല. അങ്ങനെ ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും വളവ് കഴിയുമ്പോൾ വീണ്ടും അത് താക്കാനായിട്ട് വീണ്ടും ഡ്രൈവർ ഇറങ്ങിപ്പോകണം. അഥവാ ഇനിയും താത്ത് വെച്ചിട്ടാണ് വണ്ടി ഓട്ടിക്കുന്നതെങ്കിൽ സെൻറ്ററാണ് ലിഫ്റ്റ് ആക്സിൽ വരുന്നത്, നല്ല ടയറിന് നല്ല പിടുത്തം വരും. പിടുത്തം വന്നു കഴിഞ്ഞാൽ ടയർ തേയ്മാനം കൂടുതലാവും, അതിൻ്റെ ബലൂൺ ഡാമേജ് ആവും, അതിൻ്റെ അലൈൻമെൻറ്റ് കംപ്ലയിൻ്റ് ആവും. അങ്ങനെ കുറച്ച് ലിഫ്റ്റ് ആക്സിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവസാനം അത് അവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശ്രമിക്കാം നോക്കാമെന്നൊക്കെ പറഞ്ഞ് വിട്ടയച്ചു. 7-ാം ദിവസം എന്നെ തിരിച്ച് പറഞ്ഞയച്ചു. അതിനുശേഷം ഞാൻ GM കംപ്ലയിൻറ്റ് ചെയ്തു. ഒരുപാട് കംപ്ലയിൻറ്റ് ചെയ്ത ശേഷമാണ് എനിക്ക് എത്രയും പെട്ടെന്ന് 10-ാം ദിവസം എനിക്ക് വൈകിട്ട് 3 മണിക്ക് കോൾ വന്നു. വണ്ടിയെല്ലാം ശരിയാക്കി എല്ലാ ടൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് 10-ാം ദിവസം കോൾ വന്നു. 11-ാം ദിവസം, അതായത് ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 5-ാം തീയതി ഞാൻ വണ്ടി എടുക്കാൻ വന്നിട്ട് എല്ലാം ശരിയായെന്ന് പറഞ്ഞു, എല്ലാം ചെക്ക് ചെയ്ത് റെഡിയായെന്ന് പറഞ്ഞു. പക്ഷേ ലിഫ്റ്റ് ടാക്സും കാര്യങ്ങളൊക്കെ എനിക്ക് ശരിയാക്കി തന്നു. ഏകദേശം 2,500 രൂപ അതിന് ചാർജ് ഇട്ടു. ഓക്കെ, അത് വിഷയമല്ല, നമുക്ക് ചെയ്തു തന്നല്ലോ, അത് മതി. ഗിയറിൻ്റെ ടൈറ്റും കാര്യങ്ങളും കുറച്ച് കുറവുണ്ട്. സ്റ്റിയറിങ് മുമ്പുണ്ടായതിനെക്കാട്ടി കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടി ഒരു സൈഡിലോട്ട് സ്റ്റിയറിങ് കറക്റ്റ് തിരിച്ച് വെച്ചാൽ തിരിച്ച് റിട്ടേൺ വരുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്ററായിട്ട് വരുന്നില്ല. ഏത് സൈഡിലോട്ട് വണ്ടി തിരിച്ച് വയ്ക്കുന്നു ആ സൈഡിലോട്ട് മാത്രം വണ്ടി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ 4 തവണ അങ്ങോട്ട് കറക്കിയാൽ വീണ്ടും 4 തവണ ഇങ്ങോട്ട് തിരിച്ച് കറക്കിയാൽ മാത്രമേ വണ്ടി സ്ട്രെയിറ്റ് ആവും. പിന്നെ ഇടത്തോട്ട് തിരിക്കണേ വീണ്ടും കിട്ടി കറങ്ങും. നമുക്ക് ഡ്രൈവർക്ക് പണി കൂടുതലാണ്. അതിന് വേണ്ടിയിട്ടാണ് പവർ സ്റ്റിയറിംഗ് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ നമ്മൾ പൈസ നോക്കാതെ എടുക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ പവർ സ്റ്റിയറിംഗ് തന്നെ എടുക്കുന്നത്. ഇപ്പോൾ പവർ സ്റ്റിയറിംഗേ ഉള്ളൂ, എന്നാൽ പോലും പറയുന്നേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് മാക്സിമം 11-ാം ദിവസം തിരിച്ച് കിട്ടിയപ്പോഴും വണ്ടിയുടെ കംപ്ലയിൻറ്റ് അത് കണക്കിന് ഇങ്ങനെ നിൽക്കുന്നു. അതാണ് ഉണ്ടായ പ്രശ്നങ്ങൾ. അപ്പോൾ
ഇതൊക്കെയാണ് നിലവിൽ ഇതുവരെ ഞാൻ വണ്ടി എടുത്ത ശേഷം ഉണ്ടായ കാര്യങ്ങൾ. അതായത് അപ്പോൾ എൻ്റെ 60 ദിവസം മൊട്ടോറിങ് കഴിഞ്ഞു. ഇന്നത്തെ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് EMI കട്ടായിട്ടുണ്ട്. കാരണം വണ്ടി ഓടാതെ ഫസ്റ്റ് EMI ഞാൻ കയ്യിൽ നിന്ന് വെച്ച് കഴിഞ്ഞു. ഈ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ചത്. പിന്നെ ഞാൻ എടുത്തത് പായാണ്. എടുക്കാനായിട്ട് എനിക്ക് 27,000 രൂപ ആയി. അതായത് 46, 32 കോട്ടൺ പായ എടുക്കാനായിട്ട് എനിക്ക് 27,000 രൂപയായി. നാമക്കലിൽ നിന്നാണ് എടുത്തത്. പിന്നെ ഞാൻ എടുത്തത് നൈലോൻ്റെ 42, 24 തോന്നുന്നു. അതെടുത്തപ്പോഴത്തേക്കും എനിക്ക് 22,000 രൂപ അടുപ്പിച്ചായി. 22,000 രൂപയായി അതെടുക്കാനായിട്ട്. അത് ഞാൻ എടുത്ത നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. പിന്നെ ഞാൻ ഡ്രോപ്പ് മേടിച്ചു, നൈലോൺ ഡ്രോപ്പ് 45 കിലോ മേടിച്ചു. ഏകദേശം അതിനൊരു 10,000 രൂപ അടുപ്പിച്ചായി. 220 രൂപ വെച്ചാണ് അവർ പറഞ്ഞത്. നല്ല റോപ്പാണ്. 200 രൂപയ്ക്ക് നമുക്കൊരു ബ്രൗൺ കളർ റോപ്പ് കിട്ടും. പക്ഷേ അതിനെക്കാട്ടി ക്വാളിറ്റി ഉള്ളൊരു റോപ്പാണ് ഞാൻ മേടിച്ചത്. സോഫ്റ്റ് ആയിട്ടുള്ള കയറ് വലിക്കുമ്പോൾ കുറച്ച് കൈ വേദനിക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു 14 mm റോപ്പാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ 60 ദിവസം കഴിഞ്ഞ് വണ്ടി ഞാൻ ഷോറൂമിൽ നിന്ന് തിരിച്ചിറക്കി ഓട്ടോ എടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം വന്ന് നിൽക്കുമ്പോൾ ഇനി ബാക്കിയുള്ള പണി എന്ന് പറയുന്നത് എൻ്റെ 14+ സ്റ്റെപ്പിന് ഉൾപ്പെടെ 15 വണ്ടിയുടെ ടയർ ഊരിയിട്ട് ട്യൂബ് പൗഡർ ഇട്ട് ടയറിനകത്ത് പൗഡർ ഇട്ട് വീണ്ടും എയർ ഫില്ല് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു ടയറിന് 250 രൂപയാണ് വില പറഞ്ഞത്. 3,500 രൂപ സംതിങ് ആവും. 4,000 രൂപ അടുപ്പിച്ചാവും 15 ടയറും കൂടെ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ടയർ 250 വെച്ചാൽ ഒരു ടയർ ഊരി 250 ഒരു ടയർ ഊരി ഫില്ല് ചെയ്യുന്ന 250 രൂപ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 15 ടയറുണ്ട്. 15 × 250 ഏകദേശം 350 രൂപ 3,750 രൂപ വരും തോന്നുന്നു. കറക്റ്റ് അല്ലേ, ഞാൻ കണക്കൂട്ടി മനസ്സിൽ കുട്ടിയാണ്. ഇനി ഇതിൽ പെൻഡിങ് ആയിട്ടുള്ളത് ഗ്രീസ് അടിക്കാനും അതാണെങ്കിൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പോണ വഴിക്ക് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ മാക്സിമം നമുക്ക് കിട്ടാനുള്ള സമയം എല്ലാം കിട്ടിക്കഴിഞ്ഞു ഫ്രീ ആയിട്ട്. അതായത് 2 മാസം മൊട്ടോറിങ് കഴിഞ്ഞു. ഇന്നത്തെ ദിവസം പോലെ EMI സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ വണ്ടി ഓടി തുടങ്ങാൻ മാക്സിമം ഞാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി ലോഡ് എടുക്കുക, ഓടി തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇനി എന്നെ കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ ചോദിക്കുക. പറ്റുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നത്, എനിക്കറിയാവുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. കാരണം എൻ്റെ ലൈഫാണ് എൻ്റെ വ്ളോഗ്, എൻ്റെ ജീവിതമാണ്, എൻ്റെ അനുഭവമാണ് എൻ്റെ വ്ളോഗ്. അപ്പോൾ അതെന്ത് കാര്യം എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തുണ്ടെങ്കിലും ചോദിക്കുക, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ചാടും. വിഷയം പേടിയും കാര്യങ്ങളൊന്നുമില്ല. എനിക്കിപ്പോൾ സംസാരിക്കുന്നതായിട്ട് പേടിയുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും വിഷയങ്ങൾ ഞാൻ നേരിട്ട് തരണം ചെയ്ത് മുന്നോട്ട് വന്ന് നിൽക്കുക. ഇപ്പോഴും ഉഷിരോടെ നിൽക്കുകയാണ്. പിന്നെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് സഹായിക്കാനായിട്ട്. ഒരു വിഷയമില്ല. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് എല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് പോകുമെന്നുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞതാണ്, മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പറഞ്ഞതാണ്. ചിലപ്പോൾ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. സമയം ലേറ്റാകുന്നു, വണ്ടി പണികൾ തീരാറായി. അപ്പോൾ എടുത്തുകൊണ്ട് പോകണം, വെട്ടം കുറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നാണ് പെട്ടെന്ന് സംസാരിച്ചത്. ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സംസാരിക്കുമ്പോൾ കുറച്ച് വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ അതിൻ്റെ സന്തോഷം.